5 മാസങ്ങൾക്ക് മുൻപ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ അജയ്യരായി 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഇപ്പോൾ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു 2020 സ്റ്റൈലിൽ ടെസ്റ്റ് ക്രിക്കറ്റിനെ സമീപിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമ്പോൾ ആരെയാണ് പഴിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. പുതിയ പരിശീലകനായ ഗൗതം ഗംഭീർ തുടക്കത്തിൽ നൽകിയ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ടീമിലെ ഒരു താരത്തിനു പോലും കൃത്യമായ ആത്മവിശ്വാസമില്ല. എന്താണ് ഇന്ത്യക്ക് കഴിഞ്ഞ 5 മാസങ്ങളിൽ സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയോടെയായിരുന്നു ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചുമതല ഏറ്റെടുത്തത്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 280 റൺസിന്റെ കൂറ്റൻ വിജയം ഇന്ത്യ സ്വന്തമാക്കി. ശേഷം 2-ാം മത്സരത്തിൽ 7 വിക്കറ്റിന് ഇന്ത്യ വിജയം നേടി. സമനിലയാവേണ്ട 2-ാം മത്സരം ആക്രമണ ബാറ്റിംഗ് ശൈലി പുറത്തെടുത്താണ് ഇന്ത്യ നേടിയെടുത്തത്. ഇതോടുകൂടി ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീറിന്റെയും ആത്മവിശ്വാസം വർദ്ധിക്കുകയായിരുന്നു. ബാസ് ബോൾ ശൈലി പോലെ ഇന്ത്യ സ്വീകരിച്ച ഗംബോൾ ശൈലി എന്നാണ് ഈ വിജയത്തിന് ശേഷം ഇന്ത്യൻ മനോഭാവത്തെ വിലയിരുത്തിയത്. മാത്രമല്ല, അതിനുശേഷം ഗൗതം ഗംഭീർ നടത്തിയ ഒരു പത്രസമ്മേളനവും ശ്രദ്ധേയമായിരുന്നു. ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ ഒരു ദിവസം 400 റൺസെങ്കിലും നേടാൻ ശ്രമിക്കണമെന്നും ആക്രമിച്ചു കളിച്ച കേവലം 100 റൺസിന് പുറത്തായാലും കുഴപ്പമില്ല എന്നും ഗംഭീർ പറഞ്ഞു. എന്നാൽ ന്യൂസിലൻഡ് ടീം ഇന്ത്യൻ മണ്ണിൽ വന്നതോടെ ഇന്ത്യയുടെ പതനം ആരംഭിക്കുകയായിരുന്നു. ന്യൂസിലൻഡിനെതിരായ 3 ടെസ്റ്റ് മത്സരങ്ങളിലും ഇന്ത്യ 2020 ശൈലിയിൽ കളിക്കാൻ ഇറങ്ങിയെങ്കിലും പൂർണ്ണമായ പരാജയം ഏറ്റുവാങ്ങി. ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ കേവലം 46 റൺസിനാണ് ഓൾ ഔട്ടായത്. ഇവിടെയാണ് ഗംബോൾ ശൈലി ആദ്യമായി പരാജയപ്പെട്ടത്. മത്സരത്തിൽ ന്യൂസിലാൻഡ് 8 വിക്കറ്റുകളുടെ അനായാസ വിജയം സ്വന്തമാക്കി. അടുത്ത ടെസ്റ്റ് മത്സരത്തിലും ഇതേ മനോഭാവം ഇന്ത്യ സ്വീകരിക്കുകയും ന്യൂസിലാൻഡ് വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ശേഷം 3-ാം മത്സരത്തിലും വിജയം നേടിയതോടെ ഇന്ത്യ തകർന്നടിഞ്ഞു. പിന്നീടാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ വീണ്ടും ഗംബോൾ പരാജയമായി മാറിയത്. പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കിയതോടെ ആരാധകർ വലിയ പ്രതീക്ഷയിലായി. പക്ഷേ 2-ാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയുടെ ഗെയിം പ്ലാനിലും കോമ്പിനേഷനിലും ഉണ്ടായ വലിയ പരാജയം ടീമിനെ ബാധിച്ചു. ഇന്ത്യൻ നിരയിലെ സീനിയർ ബാറ്റർമാർ ഓസ്ട്രേലിയൻ ബോളർമാർക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞതോടെ പരാജയങ്ങൾ ഇന്ത്യയെ തേടിയെത്തുകയായിരുന്നു. ക്ഷമയും വിവേകവുമില്ലാതെ വെറുതെ ബാറ്റ് വീശുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിരയെയാണ് ഓസ്ട്രേലിയയിൽ കണ്ടത്. ഇത് ഇന്ത്യയെ വലിയ പരാജയത്തിലേക്ക് എത്തിച്ചു. IPLന്റെയും 2020 ക്രിക്കറ്റിന്റെയും കടന്നുവരവ് വളരെ വലിയ മാറ്റമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടാക്കിയത്. കഴിഞ്ഞ 2020 ലോകകപ്പ് സ്വന്തമാക്കിയതോടുകൂടി ഇന്ത്യയുടെ ആത്മവിശ്വാസം ഒരുപാട് ഉയരത്തിലായി. എന്നാൽ ഈ ശൈലിയാണോ ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്നത് ഇനിയും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇംഗ്ലണ്ട് സ്വീകരിച്ച ബാസ്ബോൾ ശൈലി ആദ്യം വിജയങ്ങൾ സ്വന്തമാക്കിയെങ്കിലും പിന്നീട് അവർക്ക് ഒരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇന്ത്യയും പിഴവുകൾ ആവർത്തിക്കുമ്പോൾ ആരാധകർ വലിയ ആശങ്കയിലാണ്. പരിശീലകനായി എത്തിയ ഗംഭീർ അടക്കമുള്ളവർ പഴി കേൾക്കേണ്ട സാഹചര്യവും വന്നെത്തിയിരിക്കുന്നു. ഇനി എങ്ങനെ ഇന്ത്യ തിരിച്ചുവരും എന്നതാണ് എല്ലാവർക്കും മുൻപിലുള്ള അടുത്ത ചോദ്യം. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.